ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നാൽ അധികാര കേന്ദ്രങ്ങൾ പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തരുത് എന്ന് നിയമമുണ്ട്. എന്തായാലും ഇത് മുൻകൂട്ടി കണ്ടാണ് സരിത എസ് നായർ തന്റെ പട്ടികയിലെ ആദ്യ പേരായി അബ്ദുള്ള കുട്ടിയെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിനാൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കൂടുതൽ പേരുകൾ പ്രഖ്യാപിക്കുന്നതല്ല എന്ന് സരിത ഉത്തരവിറക്കി. 2 ദിവസത്തിനകത്ത് ഞാൻ പറയാന്ന് പറഞ്ഞു. അടുത്ത ദിവസം എന്തായാലും അതുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. സമയം ഏകദേശം നിയമപരമായ കാര്യങ്ങളുടെ പരിരക്ഷയെല്ലാം ലഭിച്ചു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് അടുത്ത ദിവസം തന്നെ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ വെളിപ്പെടുത്തലുമായിട്ട്. അത് മന്ത്രിമാരാണോ അല്ലെങ്കിൽ MLA-മാരാണോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കാര്യമില്ലല്ലോ. അവർ മന്ത്രിമാരാണോ MLA-മാരാണോ നോക്കിയിട്ടല്ല ഞാൻ പറഞ്ഞത്. കേരളത്തിലെ ഒരു വ്യക്തി, അത് MLA ആയിക്കോട്ടെ, മന്ത്രി ആയിക്കോട്ടെ, അല്ലെങ്കിൽ XMLA ആയിക്കോട്ടെ, രാഷ്ട്രീയ നേതാക്കളായിക്കോട്ടെ, അതൊന്നും എൻ്റെ വിഷയമല്ല. അവർ ഏത് പാർട്ടിയാണോ അല്ലെങ്കിൽ അവരിപ്പോൾ സ്ഥാനത്തിരിക്കുന്നത് അതൊന്നും എൻ്റെ വിഷയമല്ല. ഞാൻ അവരെ ആരെയും സ്ഥാനങ്ങളിൽ നിന്ന് സേവ് ചെയ്യാനും നോക്കുന്നില്ല. പക്ഷെ വ്യക്തികളിൽ നിന്ന് എനിക്ക് നേരിട്ട അനുഭവങ്ങൾ, അവർ മന്ത്രിമാരാകുന്നതോ അല്ലാത്തോ എൻ്റെ വിഷയമല്ല. വെള്ളാപ്പള്ളി നടേശൻ സാറ് പറഞ്ഞതും KCയുടെ അലിഗേഷനും അവർ രണ്ടുപേരും കൂടെ തീർക്കേണ്ട ഒരു വിഷയമാണ്. അതിനകത്തൊരു തേർഡ് പാർട്ടിയായി എനിക്ക് തീർത്തും ഞാൻ അതിൻ്റെ ഒരു അന്യായ ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ എൻ്റെ അഭിപ്രായം പറയാനാണ്. അവർ തമ്മിലുള്ള ഇഷ്യൂസ് അവർ തമ്മിൽ തീർക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിനകത്ത് ഞാൻ പാർട്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഷാലു മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല. ഷാലു ഏറ്റവും ലാസ്റ്റ് വന്ന ഒരു കാരണം, അതിനു മുമ്പ് പല വഴിക്ക് പൈസ പൊക്കൊണ്ടിരുന്നു. കൂടുതലും സ്ത്രീകൾക്ക് പോയി. സ്ത്രീകൾ അന്യ വഴികളിലേക്ക്, അതായത് ആവശ്യമില്ലാത്ത വഴികളിലേക്ക് പണം ചോരുമ്പോൾ ഏതൊരു കമ്പനി നശിക്കും. അത് തന്നെയാണ് ഞങ്ങളുടെ കമ്പനിയിൽ സംഭവിച്ചത്. LDF അങ്ങനെ ഒരു പാർട്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതായത് ഏതെങ്കിലും ഒരു സാമ്പത്തിക ഡിസ്പ്യൂട്ടിനകത്ത് ഇടപെട്ട് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി കൊട്ടേഷൻ വർക്ക് ചെയ്യുന്ന ഒരു മൂന്നാം കിട പാർട്ടിയായിട്ട് LDF താഴുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ തെരഞ്ഞെടുപ്പിനിറങ്ങുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും സരിതയ്ക്ക് ഉപദേശങ്ങൾ ഏറെ നൽകാനുണ്ട്. ആരോപണം ഉന്നയിച്ചാൽ മേലിലെങ്കിലും സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നത് ഇല്ലാതാകുമെന്നാണ് എൻ്റെ വിശ്വാസം. അത് ലൈഫിലാണെങ്കിലും ഓരോരുത്തരുടെ വ്യക്തി ജീവിതത്തിലാണെങ്കിലും, ഇപ്പോൾ ഒരു ബിസിനസ് സ്ഥാനത്തിരിക്കുന്നവരാണെങ്കിൽ, അല്ല വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു വീട്ടമ്മയാണെങ്കിലും, അവരെ ചൂഷണം ചെയ്യപ്പെടാതിരിക്കുന്ന ഒരു മുൻകരുതൽ അവരുടെ മനസ്സിലെങ്കിലും എടുക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ഇതിനു മുമ്പേ തന്നെ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ ആക്ടിവിറ്റീസിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ്. പക്ഷേ എൻ്റെ പേഴ്സണൽ ലൈഫിൽ വന്നത് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് തോന്നിയത് ഇപ്പോഴാണ്. എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഇപ്പോഴാണ്, യഥാർത്ഥം പറഞ്ഞാൽ. നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചറിയാം എത്രത്തോളം വികസനം കുറവാണ് കേരളത്തിൽ. കേരളത്തിനെ സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം പോരടിച്ച് വികസന സാധ്യതകൾ ഇല്ലാതാക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരാൾക്ക് ആയിട്ട് എന്തെങ്കിലും ഒരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ 3 ദിവസം 4 ദിവസം അല്ലെങ്കിൽ മാസങ്ങളോളം അതിന്റെ പുറകെ, സമരത്തിന്റെ പുറകെ വേസ്റ്റ് ആയിട്ട് പൈസയും യൂട്ടിലൈസ് ചെയ്യുക, മാൻ പവർ യൂസ് ചെയ്യുക. ഒരൊറ്റ വികസന കാര്യങ്ങളിലോ ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാര്യങ്ങളിലോ ഏതെങ്കിലും ഒരു ഭരണകൂടം അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ടോ? പിന്നെ ഈ സ്ത്രീകളെ പറ്റി പറയുന്നത്, ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് സ്ത്രീകളെ മാത്രമേ കറക്റ്റ് ചെയ്യാൻ അവകാശമുള്ളൂ. കാര്യം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് ഒരു സ്ത്രീയായിട്ട് മാത്രം ആയതുകൊണ്ടാണ് ഞാൻ ആ കാര്യത്തിൽ ഇടപെട്ടത്. തീർച്ചയായിട്ടും MLA എന്ന് മാത്രം നിങ്ങൾ ചോദിക്കരുത്. ചിലപ്പോൾ അത് വേറെ വ്യക്തികളായിരിക്കും, പക്ഷെ രാഷ്ട്രീയത്തിലുള്ളവരായിരിക്കാം. അപ്പം അത് പിന്നെ എനിക്ക് ഒത്തിരി പേരിൽ നിന്ന് അങ്ങനെ അനുഭവം വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കോൺടാക്ട് ചെയ്തതിൽ 60% മിക്കവരും അങ്ങനെയുള്ളവർ തന്നെയാണ്. അവർക്ക് പിന്നെ ഒരു കാര്യം നടത്തി കിട്ടുന്നതിനേക്കാൾ, ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് അത് ജനങ്ങളിൽ എത്തിക്കുന്നതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ മറ്റ് ഉള്ള കാര്യങ്ങളിലാണ് താല്പര്യം തോന്നിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു സുഹൃത്തെ, ഇപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റില്ല. കാര്യം എൻ്റെ കാര്യങ്ങൾ ഞാൻ പറയേണ്ട സമയത്ത് മാത്രമേ ചോദിക്കുള്ളൂ. ഇത് നിങ്ങൾ പല പ്രാവശ്യം ചോദിച്ചു, ഞാൻ പറയേണ്ട സമയത്ത് ഞാൻ നിങ്ങളോട് പറയും. ബിജു രാധാകൃഷ്ണനെതിരെ പറയുന്നതിന് പെരുമാറ്റച്ചട്ടം ബാധകമല്ല എന്ന് സരിതയ്ക്കറിയാം. ബിജുവിന്റെ ഭാര്യ രശ്മിയെ കൊന്നതിൽ തനിക്കൊരു പങ്കുമില്ല എന്ന് സരിത വാദിക്കുന്നു. രശ്മി മരിക്കുന്ന സമയത്ത് ഞാനോ ബിജു രാധാകൃഷ്ണനോ രശ്മിയോ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. 1.5 വർഷം മുമ്പ് തന്നെ ഞാൻ ആ കമ്പനിയിൽ നിന്ന് റിലീവ് ചെയ്ത് എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ അവർ പിന്നെ ബിജു രാധാകൃഷ്ണൻ ഇടപെട്ട എൻ്റെ വിവാഹബന്ധം തകരാറായതിനു ശേഷം, അതറിഞ്ഞതിന് ശേഷം ഞാൻ ആ കമ്പനിയിൽ നിന്ന് റിലീവ് ചെയ്തു പോയതാണ്. എന്നെ അതിനുശേഷം തുടർച്ചയായിട്ട് ഞാൻ അവരുടെ കമ്പനിയിൽ നിന്ന് 20,000 രൂപ അഡ്വാൻസ് വാങ്ങിച്ചത് 5 ലക്ഷമായി മടക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് എൻ്റെ വീടിന് നേരെ ഭീഷണിയും മറ്റ് അലിഗേഷൻസും ഉണ്ടായിരുന്നപ്പോൾ സിറ്റി പോലീസ് കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ ഞാൻ അപ്രോച്ച് ചെയ്തിരുന്നു. പക്ഷെ അന്ന് അയാളുടെ സ്വാധീനം ഉപയോഗിച്ച് അങ്ങേര് പല കേസുകളിൽ നിന്നും രക്ഷപ്പെട്ടു. കാര്യം അന്ന് സ്വാധീനിക്കാൻ പറ്റുന്ന പിന്നെ രാഷ്ട്രീയ പാർട്ടികളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ സ്വാധീനം മൂലം എൻ്റെ വാക്കുകൾ അവിടെ ഒന്നുമില്ല, ഒരു പ്രസക്തിയും ഉണ്ടായിരുന്നില്ല. കാര്യം എനിക്ക് പണം ഉണ്ടായിരുന്നില്ല, ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നില്ല, എനിക്ക് ചോദിക്കാനും പറയാനും എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയല്ലാതെ എനിക്ക് വേറൊരു വ്യക്തിയില്ല. അപ്പം ആ സമയത്ത് രശ്മി മരണപ്പെട്ടതിനും ശേഷം 2 വർഷം കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ബിജു രാധാകൃഷ്ണൻ
പിന്നെ വീണ്ടും പൈസ അയാൾക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് വരുന്നത്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന അഡ്വക്കേറ്റ്സ് വഴി എൻ്റെ അടുത്ത് അവരുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞതിന് ശേഷം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് പിന്നെയും പ്രശ്നമാക്കും, നേരത്തെ തന്നെ എൻ്റെ ലൈഫ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്രൈം പോലെയുള്ള പത്രത്തിൽ ഒരു പോലീസ് ഓഫീസറുടെ ഫോട്ടോ സഹിതം കുറച്ച് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചേർത്തിട്ട് വളരെ മോശമായ ഞാൻ ഇന്നേ വരെ ചെയ്യാത്തൊരു കാര്യം, എൻ്റെ ലൈഫ് അന്നേ വരെ എനിക്ക് അങ്ങനെ ഒരു പേര് പോലും ഉണ്ടായിരുന്നില്ല, അത് കൊണ്ടുവന്ന് എൻ്റെ ബന്ധുക്കളുടെ മുഴുവൻ വീട്ടിലും പബ്ലിഷ് ചെയ്ത് വീട്ടുകാരിൽ നിന്നെല്ലാം അകറ്റിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട്, ഒരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രത്തിലോട്ട് പോവുകയും ഞാൻ അയാളുടെ കമ്പനി ജോലിക്ക് ചേരേണ്ടി വരികയും ചെയ്യുന്നു. 2009 വരെയും അയാൾ ഞാനുമായിട്ട് ഒരു ഒഫീഷ്യൽ ബന്ധം തന്നെയാണ് തുടർന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം എല്ലാവരുടെയും അടുത്ത് വൈഫ് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വൈഫായിട്ട് ഞാൻ നിന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അയാൾ എന്നെ ലീഗലി മാരേജ് ചെയ്യുക പോലും ചെയ്തില്ല. എന്നെ മാക്സിമം ഒരു ഓഫീസ് സ്റ്റാഫായിട്ട് തന്നെ അയാൾ കണ്ടിട്ടുള്ളൂ, അതിനുവേണ്ടി അങ്ങനെ തന്നെ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളൂ. അപ്പം എനിക്ക് അയാളോട് ഇപ്പം അന്നും എനിക്ക് ഒരു മെൻ്റലായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് കുറവായിരുന്നു, ഇപ്പോഴും എനിക്ക് ഒട്ടും തന്നെ ഇല്ല. പിന്നെ രശ്മിയുടെ വധക്കേസ് എന്ന് പറയുമ്പോൾ, രശ്മിയുടെ വധക്കേസിനകത്ത് ഞാനുണ്ടെങ്കിൽ ബിജു രാധാകൃഷ്ണൻ തീർച്ചയായിട്ടും പ്ലാന്റ് ഓപ്പറേഷൻ ഞാനാ ചെയ്തെങ്കിൽ എന്നെ വന്ന് കാണുമായിരുന്നു. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലേ കൂടുതൽ പേരുകൾ സരിത പറയാനിടയുള്ളൂ. സാമ്പിളായി അബ്ദുള്ളക്കുട്ടിയെ പൊട്ടിച്ചതുകൊണ്ട് പല പേരുകളും കച്ചവടമായിട്ടും ഉണ്ടാകും. അതുകൊണ്ടാണ് കേന്ദ്രം, മന്ത്രി എന്നൊക്കെ നേരത്തെ ആവർത്തിച്ചുകൊണ്ടിരുന്നത്. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് കെ മുരളീധരന്റെ പ്രബോധനം. കുറെ കൂടി അഡ്വാൻസ് ആയിട്ടുള്ള ജനതയാണ്. പണ്ട് കാലത്ത് പറയും പൊതുജനം കഴുതാന്ന് പറയുന്നത് ശരിയൊന്നുമല്ല.